പാലക്കാട് CRPF പെൻഷനേഴ്സ് ഫോറം വാർഷിക സമ്മേളനം നടത്തി. ഹോട്ടൽ സൂര്യ സിറ്റിയിൽ ടി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ എല്ലാവരും കൂട്ടമായിട്ട് ജീവിച്ചവരാണ്. അതായത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ആരുമില്ല. നമ്മളെല്ലാവരും ഒരു ബറ്റാലിയനിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് സെൻ്ററിൽ അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരാളായിട്ടല്ല നമ്മൾ താമസിച്ചത്. നമ്മളെപ്പോഴും മനുഷ്യരുടെ കൂടെയാണ് താമസിച്ചത്. പല വിധത്തിലുള്ള മനുഷ്യർ, പല ഭാഷ പറയുന്ന മനുഷ്യർ, പല രീതിയിൽ, ചില വെളുത്ത മനുഷ്യർ, ചില കറുത്ത മനുഷ്യർ, ചിലർ മൂക്ക് ചതഞ്ഞു പോയ മനുഷ്യർ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, അങ്ങനെ വേറെ ഇങ്ങനെ പലതരം ആളുകളുടെ കൂടെയാണ് നമ്മളുടെ ഓരോ ദിവസവും ജോലി ചെയ്യാൻ ചേർന്നത് തൊട്ടിട്ട് റിട്ടയർമെൻറ്റ് വരെ നമ്മൾ ജീവിച്ചത് മനുഷ്യരുടെ കൂടെയാണ്. നമ്മളെ അറിയാത്ത മനുഷ്യരുടെ കൂടെയാണ് ജീവിച്ചത്. നമ്മൾ ജീവിച്ചപ്പോൾ ഈ നമ്മളെ അറിയാത്ത ആളെ അറിഞ്ഞാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ സഹകരിച്ചാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പൊതുവായിട്ട് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു 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 പാത്രത്തിൽ നിന്ന് വെള്ളം ഇത് വെച്ച് മുക്കിയാൽ ആ മുക്കിയ വെള്ളത്തിൻ്റെ അവിടെ കുഴിയല്ല വരും, വെള്ളം വന്നെന്നറിയും. അതുപോലെ നമ്മൾ എവിടെ നമ്മൾ ചേരുന്നോ അതുമായിട്ട് നമ്മൾ പാലിൽ വെള്ളം കലക്കുന്നത് പോലെ നമ്മൾ അവരുമായിട്ട് ചേർന്നാണ് നമ്മൾ ജീവിച്ചത്. അതുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ആളുകളില്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആകുന്നത്, നമ്മളേറ്റവും സ്വസ്ഥരാകുന്നത് നമ്മളുടെ കൂടെ ആളുകൾ, നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ജീവിക്കാനോ അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആണ്. പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സുധാകരൻ, നാരായണൻ, രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. CPC റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ വിരമിച്ച എല്ലാ പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും പാലക്കാട് ജില്ലയിൽ CGHS സെന്റർ ആശുപത്രികൾ അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.